നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. കോട്ടയത്ത് സംസ്ഥാന ജീവനക്കാർ പണിമുടക്കി. NGO അസോസിയേഷൻ പ്രകടനത്തിലേക്ക് NGO യൂണിയൻ പ്രവർത്തകർ തള്ളിക്കയറി. നേരിയ സംഘർഷം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം. ശബരിമലയിൽ 440 കോടി രൂപയുടെ വരുമാനം. ഈ വർഷം തൊഴാനെത്തിയത് 53 ലക്ഷത്തിലധികം ഭക്തർ. 60,000 കടന്ന് സ്വർണ്ണവില. പവന് 60,200 രൂപ. 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത് 7,525 രൂപ. കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ്. BJP ജില്ലാ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ സർക്കാർ ജീവനക്കാർ പണിമുടക്കി. കോട്ടയം കളക്ടറേറ്റിലും മെഡിക്കൽ കോളേജിലും പണിമുടക്കിയ ജീവനക്കാർ പ്രകടനം നടത്തി. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെതിരെ സർക്കാർ ജീവനക്കാർ കോട്ടയത്തും പണിമുടക്കി. കോൺഗ്രസ് അനുകൂല സംഘടനകൾക്ക് പുറമെ CPIയുടെ സംഘടനയായ ജോയിന്റ് കൌൺസിലും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കോട്ടയം കളക്ടറേറ്റിൽ NGO അസോസിയേഷൻ പ്രകടനത്തിലേക്ക് NGO യൂണിയൻ പ്രവർത്തകർ തള്ളിക്കയറിയത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് ഇടപെട്ടാണ് ഇരുകൂട്ടരെയും പിന്തിരിപ്പിച്ചത്. ജോയിന്റ് കൌൺസിൽ അംഗങ്ങളോട് കളക്ടറേറ്റ് പരിസരത്ത് നിന്നും പുറത്തുപോകാൻ പോലീസ് ആവശ്യപ്പെട്ടതും തർക്കത്തിന് ഇടയാക്കി. MG യൂണിവേഴ്സിറ്റി, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലും പണിമുടക്കിയ ജീവനക്കാർ പ്രകടനം നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിൽ വരുമാനത്തിൽ വലിയ വർധന. 440 കോടി രൂപയാണ് ഇത്തവണ ലഭിച്ചത്. കൂടാതെ ഈ വർഷം 53 ലക്ഷത്തിലധികം ഭക്തർ സന്നിധാനത്ത് ദർശനം നടത്തി. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ 440 കോടി രൂപയുടെ വരുമാനം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 80 കോടി രൂപ ഇത്തവണ അധികമായി ലഭിച്ചു. സന്നിധാനത്തെ മാത്രം വരുമാനമാണ് 440 കോടി രൂപ. പമ്പയിലെയും നിലയ്ക്കലിലെയും വരുമാനം തിട്ടപ്പെടുത്തിയിട്ടില്ല. ശബരിമലയിൽ എത്തിയ അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലും ഇത്തവണ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം 53 ലക്ഷത്തിലധികം പേർ ദർശനം നടത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 6 ലക്ഷം പേരാണ് ഇത്തവണ കൂടുതലായി എത്തിയത്. 1,80,000 പേർ ഒരു ദിവസം ദർശനത്തിനെത്തിയ ദിവസവും ശബരിമലയിൽ ഉണ്ടായിരുന്നു. പരാതിരഹിതമായ ഒരു തീർത്ഥാടന കാലമാണ് കഴിഞ്ഞുപോയത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. റെക്കോർഡിട്ട് സ്വർണ്ണവില. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. പവന് 60,200 രൂപയാണിന്ന്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. സ്വർണ്ണവിലയുടെ ചരിത്രത്തിൽ ആദ്യമായി 1 പവൻ സ്വർണത്തിന് വില 60,000 രൂപ കടന്നു. 1 പവന് 60,200 രൂപയാണ് ഇന്ന്. 1 ഗ്രാം സ്വർണത്തിന് 7,525 രൂപ. ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയും കൂടി. തുടർച്ചയായ 2ാം ദിനമാണ് സ്വർണ്ണവില ഉയരുന്നത്. ഇന്നലെയും ഇന്നുമായി 720 രൂപയോളമാണ് പവന് വില കൂടിയത്. ജനുവരി 1-ാം തീയതി മുതൽ സ്വർണ്ണവില ഉയരുന്നുണ്ട്. ജനുവരി 1-ന് 57,200 രൂപയായിരുന്നു സ്വർണ്ണവില. 21 ദിവസം പിന്നിട്ടപ്പോൾ 60,000 രൂപയായി. 1 ഗ്രാം 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 6,205 രൂപയാണ്. അന്താരാഷ്ട്ര ഡോളർ വില കുത്തനെ ഉയർന്നതും രൂപയുടെ മൂല്യം ഇടിഞ്ഞതും സ്വർണ്ണവില ഉയരാൻ കാരണമായി. കഴിഞ്ഞ 2 ദിവസമായി വിപണിയെ ആകെ പിടിച്ചുകുലുക്കിയ ട്രംപ് എഫക്റ്റാണ് സ്വർണ്ണവിലയെയും ബാധിച്ചതെന്നാണ് സൂചന. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ BJP കോട്ടയം ജില്ലാ കമ്മിറ്റി മാർച്ചും പ്രതിഷേധവും നടത്തി. നഗരസഭയിലെ അഴിമതിയിൽ CPM-നും കോൺഗ്രസിനും ഒരുപോലെ പങ്കുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ പറഞ്ഞു. കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിനെതിരെ BJP പ്രക്ഷോഭം ആരംഭിച്ചു. നഗരസഭയ്ക്ക് മുൻപിൽ നടന്ന പ്രതിഷേധം BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഭരണസമിതിയുടെ അഴിമതിക്കും ക്രമക്കേടിനും ഇടത് ഉദ്യോഗസ്ഥർ കുടപിടിക്കുന്നുവെന്ന് ലിജിൻ ലാൽ ആരോപിച്ചു. നഗരസഭയിലെ അഴിമതിയിൽ കോൺഗ്രസിനും CPM-നും ഒരുപോലെ പങ്കുണ്ട്. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അഴിമതി എന്ന് പറയുന്നത് കേവലം UDF-ന്റെ മാത്രം അവകാശമല്ല. അത് LDF-ഉം UDF-ഉം ഒന്നിച്ചു നിന്നുകൊണ്ട് നടത്തുന്ന അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ മുനിസിപ്പാലിറ്റിയിലെ ഭരണപരാജയം, കെടുകാര്യസ്ഥതയെ കൃത്യമായിട്ട് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മുതലെടുത്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയെ വലിയ ഒരു അഴിമതി കളമാക്കി മാറ്റിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു, കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ അഴിമതിക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ ഇവിടെ കുറവുള്ളത് പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിലാണ്. കളക്ടർ വിളിച്ച DPC മീറ്റിംഗിൽ പോലും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയർപേഴ്സണോ സെക്രട്ടറിക്കോ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് സമയമില്ല. അവർക്ക് വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ
കോട്ടയം നഗരസഭയിലെ അക്കൗണ്ട്സ് വിഭാഗത്തിൽ വലിയ ക്രമക്കേട് അന്വേഷണത്തിൽ കണ്ടെത്തിയെങ്കിലും തുടർ നടപടികൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല. കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ച് അക്കൗണ്ട്സ് വിഭാഗം ശക്തിപ്പെടുത്തുകയും പ്രാവീണ്യമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും ശുപാർശ ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ നടപടിയെടുക്കാത്തത് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതുകൊണ്ടാണെന്നും BJP ആരോപിച്ചു. BJP കോട്ടയം മണ്ഡലം പ്രസിഡന്റ് VP മുകേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി S രതീഷ്, മധ്യമേഖലാ വൈസ് പ്രസിഡന്റ് TN ഹരികുമാർ, സംസ്ഥാന സമിതി അംഗം K ഗുപ്തൻ, സംസ്ഥാന കൗൺസിൽ അംഗം CN സുഭാഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് റീബ വർക്കി, മുൻ മണ്ഡലം പ്രസിഡന്റ് അരുൺ മൂലടം, CK സുമേഷ്, K ശങ്കരൻ, കുസുമാലയം ബാലകൃഷ്ണൻ തുടങ്ങിയവരും BJP കൗൺസിലർമാരും പങ്കെടുത്തു. കുറ്റക്കാരെ പിടികൂടുന്നതുവരെ BJP വൻ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കടക്കണിയിൽപ്പെട്ട് വിൽക്കേണ്ടി വന്ന വിധവയായ വീട്ടമ്മയുടെ വീടും സ്ഥലവും തിരികെ വാങ്ങി നൽകി ഉദിക്കാമല ശ്രീധർമ്മശാസ്ത്ര ദേവസ്വം. 4.25 ലക്ഷം രൂപ നൽകിയാണ് ദേവസ്വം ഭാരവാഹികൾ 4.5 സെന്റ് സ്ഥലവും വീടും തിരികെ വാങ്ങിയത്. പുതുപ്പള്ളി ഇരവിനെല്ലൂർ തെക്കേക്കര ആശാരിപ്പറമ്പിൽ ശ്രീലതയ്ക്കും കുടുംബത്തിനും ഇനി സ്വന്തം പേരിലുള്ള വീട്ടിൽ കഴിയാം. കടക്കണിയിൽപ്പെട്ട് വിൽക്കേണ്ടി വന്ന ഇവരുടെ വീടും സ്ഥലവും തിരികെ വാങ്ങി നൽകി ഇരവിനെല്ലൂർ ഉദിക്കാമല ശ്രീധർമ്മശാസ്ത്ര ദേവസ്വം ഭാരവാഹികൾ സമാഹരിച്ച 4.25 ലക്ഷം രൂപ കൊടുത്താണ് വീടും 4.5 സെന്റ് സ്ഥലവും തിരികെ വാങ്ങിയത്. ഭർത്താവ് അസുഖം ബാധിച്ച് മരിച്ചതോടെയാണ് ശ്രീലതയും 3 കുട്ടികളും അടങ്ങുന്ന കുടുംബം തീരാ ദുഃഖത്തിലായത്. കുട്ടികൾക്ക് ഫീസ് അടയ്ക്കുന്നതിനോ നല്ല ആഹാരം കൊടുക്കുന്നതിനോ ശ്രീലതയ്ക്ക് കഴിവില്ല. അടുത്തുള്ള ബോർമയിൽ തുച്ഛമായ വരുമാനത്തിൽ പണിയെടുക്കുകയാണിവർ. കൈമാറി ഇത് കിട്ടിയ ഒരു സമയത്ത് എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ പോലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ അടുത്ത് ഒരു ബേക്കറി ബോർമയിലാണ് പണി ചെയ്യുന്നത്. ദിവസക്കൂലി 350 രൂപയാണ്. എന്നും പണിയില്ല. ഇല്ലാത്ത ഒരവസരത്തിൽ എനിക്ക് കഴിയാനായിട്ട് ബുദ്ധിമുട്ടാണ്. വേറെ ആരും സഹായത്തിനില്ല. 3 മക്കളും പഠിക്കുകയാണ്. അവരുടെ പഠിത്തത്തിന് പോലും എനിക്ക് പൈസ ചെലവാക്കാനോ എല്ലാത്തിനും ബുദ്ധിമുട്ടാണ്. അവരുടെ വസ്ത്രങ്ങൾ, എന്ത് കാര്യത്തിനും എല്ലാവർക്കും അറിയാവുന്ന എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും മക്കൾ, രണ്ടാമത്തെ മോൾ നേഴ്സിങ്ങിന് പഠിക്കുന്നു എന്ന് പറഞ്ഞാലും അവൾക്ക് പൈസ ഇതുവരെ ഞാൻ ഫീസ് പോലും മൊത്തം കൊടുത്തിട്ടില്ല. ആകെ 5000 രൂപ കൊടുത്ത് എൻ്റെ മോള് ആന്ധ്രയിൽ ചിറ്റൂരാണ് പഠിക്കാൻ കയറിയിരിക്കുന്നത്. ഇത് ലോൺ എടുത്ത് ഇവർ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്ത് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ലോണൊന്നും ഇതുവരെ ആയിട്ടില്ല. മൂത്ത മോള് ഫാഷൻ ഡിസൈനിങ് ഗവൺമെൻറ്റിൻ്റെ കോളേജിലാണ് പഠിക്കുന്നത്. മകൻ +1 പഠിക്കുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കുവാൻ വേണ്ടി, അവരുടെ കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു ജോലി, ഒരു പാർട്ട് ടൈമായിട്ടോ സ്ഥിരമായിട്ടുള്ള ഒരു ജോലി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ജോലി എനിക്ക് ശരിയാക്കി തരണമെന്നുണ്ട്. കുടുംബത്തിന്റെ പ്രയാസം മനസ്സിലാക്കിയ ക്ഷേത്രം ഭാരവാഹികൾ 4 ലക്ഷത്തിലധികം രൂപ സമാഹരിച്ചാണ് വീടും പറമ്പും തിരികെ വാങ്ങിയത്. ഒരു എഗ്രിമെൻ്റ് ചെയ്ത 6 ലക്ഷം രൂപയിൽ 4 ലക്ഷം രൂപ മാത്രമേ വാങ്ങിച്ച ആൾക്ക് കൊടുക്കുവാൻ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിന് ലോൺ എടുക്കുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി ഒരു ആധാരം എഴുതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ബാക്കി തുക വാങ്ങിച്ച ആൾക്ക്, വ്യക്തിക്ക് നൽകാൻ സാധിച്ചില്ല. ആ തുക കൊടുക്കാത്തതാണ് അദ്ദേഹം ഇവരെ ഈ വസ്തുവിൻ്റെ അകത്തുനിന്ന്, ഈ വീടിൻ്റെ അകത്തുനിന്ന് ഇറക്കി വിടുകയും ചെയ്തില്ല. ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ ആ വസ്തു വാങ്ങിച്ച ആളുമായി ബന്ധപ്പെടുകയും ഇവർ കൊടുത്ത തുക, വാങ്ങിച്ച ആൾ കൊടുത്ത 4 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുവാണെങ്കിൽ ആധാരം തിരിച്ച് എഴുതി നൽകാമെന്നും സമ്മതിക്കുകയും ചെയ്തു. ചാണ്ടി ഉമ്മൻ MLA ആണ് ആധാരം കൈമാറിയത്. വീട് തിരികെ ലഭിച്ചെങ്കിലും ശോച്യാവസ്ഥയിലാണ് വീട്. ഭിത്തിയും തറയുമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു. അടുത്ത സാമ്പത്തിക വർഷം അറ്റകുറ്റപ്പണികൾക്കായി തുക അനുവദിക്കുമെന്ന് പഞ്ചായത്ത് അംഗം പറഞ്ഞു. ഇപ്പം ഈ വീട് അപ്പടി ജീർണാവസ്ഥയിലാണ്. കാരണം ഇതിനി നന്നാക്കി എടുക്കണമെങ്കിൽ ഇവരുടെ പേരിലല്ലായിരുന്നത് കൊണ്ട് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് യാതൊരു സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി ഇപ്പോൾ ഇവരുടെ പേരിലായതുകൊണ്ട് നമുക്ക് അടുത്ത സാമ്പത്തിക വർഷം ഇവരുടെ വീട് മെയിൻ്റനൻസിനുള്ള കാര്യങ്ങളും ഇവരുടെ കിണർ കെട്ടാനുള്ള സാമ്പത്തിക സഹായവും നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. അത് ഇനി അതിന് വേണ്ട മുൻകൈ നമ്മൾ എടുക്കുന്നതായിരിക്കും. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ഈ നിർധന കുടുംബം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ഗ്രാമപഞ്ചായത്തും സംസ്കൃതിയും സംയുക്തമായി നടത്തുന്ന ദൃശ്യം 2K25 ഭാഗമായി ക്വിസ് പ്രോഗ്രാം നടത്തി. ഭരണഘടനാ സാക്ഷരതായജ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു ക്വിസ് മത്സരം. ഇന്ത്യൻ ഭരണഘടനയായിരുന്നു വിഷയം. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വാർഡ് തലം എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. നിലയ്ക്കൽ എക്യൂമെനിക്കൽ ദൈവാലയവും എക്യൂമെനിക്കൽ സെന്ററും സ്ഥാപിച്ചതിന്റെ റൂബി ജൂബിലി വർഷത്തിന്റെ സമാപനം ഫെബ്രുവരി 8 നടക്കും.
രാവിലെ 9:30 മുതൽ നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമെനിക്കൽ ദൈവാലയത്തിലാണ് ആഘോഷം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത, ഡോക്ടർ ജോഷുവ മാർ ഇഗ്നാത്തിയോസ് മെത്രാപ്പൊലീത്ത എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ന് അതിൻ്റെ റൂബി ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ നമുക്ക് പ്രോഗ്രാമിലേക്ക് നോക്കുമ്പോൾ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട്, തിയോഡോഷ്യസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്ന ആ സമ്മേളനം കേരള കത്തോലിക്ക സഭയുടെ അധ്യക്ഷനും തിരുവനന്തപുരം മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ബസേലിയോസ് ക്ലീമീസ് ബാവ തിരുമേനി അത് ഉദ്ഘാടനം ചെയ്യും. സഭയിലെ വിവിധ പിതാക്കന്മാര്, എല്ലാ സഭകളിലെയും റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള പിതാക്കന്മാര്, അവിടുത്തെ MP ആൻഡോ ആന്റണി, അതേപോലെ MLA ദിനേഷ് കുമാർ, അതേപോലെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ്. വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പാലായിൽ വ്യാപാരികൾ വരവേൽപ്പ് നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജുവാണ് ജാഥ ക്യാപ്റ്റൻ. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു നയിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി. പാല ടൗൺ ഹാളിന് മുന്നിൽ വാദ്യമേളങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടി കുരിശുപള്ളിക്കവലിയിലേക്ക് ജാഥയെ ആനയിച്ചു. ജാഥ ക്യാപ്റ്റനെ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ഔസപ്പച്ചൻ തകടിയിൽ സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ PM ജോസഫ് അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാൽചൻ ജോർജ്, വൈസ് ക്യാപ്റ്റൻ ഗോപിനാഥ്, ജാഥാംഗങ്ങളായ KM ലെനിൻ, B പാപ്പച്ചൻ, MB അബ്ദുൽ ഗഫൂർ, മിൽട്ടൺ J താലക്കോട്ടൂർ, R രാധാകൃഷ്ണൻ, സീനത്ത് ഇസ്മായിൽ, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി ജോജി ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാല. ദേശീയധാരയുമായി ചേർന്ന് നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന നിലപാട് വളർന്നു വരുന്നതായി BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി. BJP പാല മണ്ഡലം പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ ധാരണയുമായി ചേർന്ന് നിൽക്കുന്നവരെ ഒറ്റപ്പെടുത്തുന്ന നിലപാട് സാംസ്കാരിക മാധ്യമപ്രവർത്തകരുടെ മേഖലകളിൽ വളർന്നു വരുന്നതായി BJP സംസ്ഥാന വക്താവ് അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി. BJP പാലാ മണ്ഡലം പ്രവർത്തകയോഗവും ചുമതല കൈമാറ്റവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ മദ്യ ബിസിനസ് അല്ലാതെ ഒരു മേഖലയിലും സർക്കാർ മുതൽ മുടക്കില്ലെന്നും അഡ്വക്കേറ്റ് നാരായണൻ നമ്പൂതിരി പറഞ്ഞു. തിരിച്ചെടുക്കേണ്ട നികുതി കുടിശ്ശികകൾ പിരിക്കുന്നതിൽ കേരളത്തിന്റെ ഭരണകൂടവും ഫിനാൻസ് സാമ്പത്തിക മന്ത്രിസഭയും സാമ്പത്തിക കാര്യ മന്ത്രിസഭയും പരാജയപ്പെടുന്നു. എല്ലാ മേഖലയിലും പുറകോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തിന് കേന്ദ്രം നൽകുന്ന ആനുകൂല്യങ്ങൾ മാത്രം വികസനത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പുതിയ പദ്ധതികൾ നടപ്പിലാക്കാതെ വരുമ്പോൾ, പുതിയ കമ്പനികൾ മുതൽ മുടക്കാൻ വരാതിരിക്കുന്ന ഒരു കേരളം. വിനീത് ചുണ്ടച്ചേരി അധ്യക്ഷനായി. BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ B വിജയകുമാർ, സംസ്ഥാന സമിതി അംഗവും മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റുമായ രഞ്ജിത് G മീനാഭവൻ, സംസ്ഥാന സമിതി അംഗം NK ശശികുമാർ, ന്യൂനപക്ഷ മോർച്ച ദേശീയ സമിതി അംഗം സുമിത് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. അറിയിപ്പ്. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന കോട്ടയം ജില്ലാതല അദാലത്ത് ജനുവരി 23 രാവിലെ 10 മണി മുതൽ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. അദാലത്തിൽ പുതിയ പരാതികളും സ്വീകരിക്കും. പട്ടികജാതി വികസന വകുപ്പ് നടപ്പിലാക്കി വരുന്ന E-ഗ്രാന്റ് പദ്ധതിയുടെ നടത്തിപ്പിനായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലേക്ക് സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ നിയമിക്കുന്നു. 1 വർഷത്തേക്കാണ് നിയമനം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. യോഗ്യത: B.Tech ബിരുദം, MCA, MSc തുടങ്ങിയ ഏതെങ്കിലും ബിരുദധാരികളായിരിക്കണം. പ്രായപരിധി 35 വയസ്സ്. അപേക്ഷകൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം കോട്ടയം സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ജനുവരി 31 വൈകിട്ട് 5 മണി വരെ സ്വീകരിക്കും. ഫോൺ 048125625503. പുതിയ സംരംഭം തുടങ്ങുന്നവർക്കായി വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭകത്വ വികസന സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഏകദിന സംരംഭകത്വ ജനുവരി 28 നടത്തുന്നു. വിവരങ്ങൾക്ക് 0484253289. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നു. കോട്ടയത്ത് സംസ്ഥാന ജീവനക്കാർ പണിമുടക്കി. NGO അസോസിയേഷൻ പ്രകടനത്തിലേക്ക് NGO യൂണിയൻ പ്രവർത്തകർ തള്ളിക്കയറി. നേരിയ സംഘർഷം. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം. ശബരിമലയിൽ 440 കോടി രൂപയുടെ വരുമാനം. ഈ വർഷം തൊഴാനെത്തിയത് 53 ലക്ഷത്തിലധികം ഭക്തർ. 60,000 കടന്ന് സ്വർണ്ണവില. പവന് 60,200 രൂപ. 1 ഗ്രാം സ്വർണത്തിന് നൽകേണ്ടത് 7,525 രൂപ. കോട്ടയം നഗരസഭയിലെ 211 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ്. BJP ജില്ലാ കമ്മിറ്റി നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.